ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. ഞാൻ ഇന്നെൻ്റെ ഒരു ആർട്ട് പീസ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഓരോരോ ആർട്ട് പീസ് ഞാൻ ഓരോ ദിവസവും പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേകതര ആർട്ടാണ്. അതായത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരൊറ്റ നിമിഷം പോലും അത് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യത്തിനെ ഞാൻ വർഷങ്ങളോളമായി എൻ്റെ ഷോ കേസിൽ ഞാൻ വച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് എന്ത് മെറ്റീരിയലാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒരു ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഫിഷ് വേസ്റ്റാണ്, ഫിഷ് ടൈലാണ്. ഞാൻ പലതരം ഫിഷ് ടൈൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പലതരം ഹാൻഡിക്രാഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഷോ പീസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവൻ നമുക്ക് ഹെയർ ക്ലിപ്പ് വരെ ഫിഷ് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാം. അങ്ങനെയുള്ള കണ്ടുപിടുത്തത്തിനാണ് എനിക്ക് നിരവധി റെക്കോർഡുകൾ കിട്ടിയത്. അപ്പോൾ ഇത് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കണം. കണ്ടോ, ഇത് വെറും ഒരു മാലയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് എന്താണ്, നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഫിഷ് ടൈലിൽ ഞാൻ ഈ ശില്പക്കാരെന്ന് പറയും, ആർട്ടിസ്റ്റുകൾക്കൊക്കെ അറിയാം. ഒരു സിമെൻറ്റ് പോലത്തെ ഒരു കാര്യമാണ്. അത് ഒട്ടിച്ചിട്ട് അതിലൊരു മുത്തും കൂടി അത് ഞാൻ ഗം വെച്ചിട്ട് ഒട്ടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇത് കണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഫിഷ് വേസ്റ്റ് വയ്ക്കാൻ പറ്റുമോ? കണ്ടോ, ഇത് നമ്മൾ വലിച്ചെടുത്ത് കളഞ്ഞ്, ശരിക്കും പറഞ്ഞാൽ കിണറൊക്കെ ഉള്ളിടത്ത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാവും. കാക്ക ഈ ഫിഷ് വേസ്റ്റൊക്കെ കൊണ്ട് അതിനകത്തിടുക, അതൊക്കെ കാരണം അതിനേക്കാളും നല്ല മനോഹരമായ ആർട്ട് പീസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മനസ്സ് വിചാരിച്ചാൽ ഒരെണ്ണം വേസ്റ്റില്ല. നത്തിങ് ഈസ് വേസ്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ്. അടുത്ത ഒരു വിഷയമായിട്ട് നാളെ കാണാം. ബൈ.